നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ UDF കേരളത്തിന് അധികാരം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി നിർണായകമായ കടമ്പകൾ കടക്കാനുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്. മറ്റ് ഒരുപാട് കടമ്പകളുണ്ട്. എന്തായാലും UDF അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം പലയിടത്തും വിജയാഘോഷമൊക്കെ നടന്നിരുന്നു. ഇതിനിടയിൽ പാലക്കാട് UDFന്റെ വിജയാഘോഷം വളരെ വലിയ രീതിയിലാണ് പാലക്കാട് നടന്നത്. നമുക്കറിയാം, പാലക്കാട് മണ്ഡലം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ വിജയം എന്താകുമെന്ന ചോദ്യം ആദ്യ നിമിഷത്തിലൊക്കെ ശോഭാ സുരേന്ദ്രൻ അടിച്ചു കയറി. പക്ഷെ പിന്നീട് കുത്തനെ താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പാലക്കാട് രമേശ് പിഷാരടി തൂക്കിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിൻഗാമി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ആ സീറ്റിലേക്ക് എത്തുന്നത് ആര്? UDF തന്നെ നിലനിർത്തുമോ അതോ BJP കൊണ്ടുപോകുമോ? അങ്ങനെ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും UDF തന്നെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ ആ ഒരു വിജയം അത് തുടരാൻ അല്ലെങ്കിൽ അത് നിലനിർത്താൻ രമേശ് പിഷാരടിക്ക് സഹായിച്ചിരിക്കുന്നു. മാത്രമല്ല, രമേശ് പിഷാരടിയെ പാലക്കാട് ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഒരു നടൻ എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ നേരിട്ടു. പൊളിറ്റിക്സിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിയാണ് എന്ന പരിഹാസങ്ങൾ നേരിട്ടു. പക്ഷേ എന്തൊക്കെ തന്നെയായാലും രമേശ് പിഷാരടിക്കൊപ്പം പാലക്കാട് ജനത നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഈ വിജയാഘോഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കെടുക്കുകയുണ്ടായി. പാലക്കാട് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ തോളിലേറ്റി ആനയിച്ച് കൊണ്ടുവരികയും ചെയ്തു. വളരെ ആവേശത്തോടെ രാഹുലിനെ പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തു. രമേശ് പിഷാരടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദിച്ചത്. മാത്രമല്ല, വിജയാഘോഷത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തകർ തോളിലേറ്റി വിജയാഘോഷം നടത്തുന്ന കാഴ്ചയൊക്കെ കാണുവാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന്. അതിനു പിന്നാലെ അവിടെ അക്രമങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമുക്കറിയാവുന്നതുപോലെ തന്നെ UDF LDF പ്രവർത്തകർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വിജയാഘോഷത്തിനിടെ വിജയയാത്രയ്ക്കിടെയാണ് ഇത്തരത്തിൽ വലിയൊരു സംഭവം കല്ലേറൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം നിലനിർത്തി കോൺഗ്രസിന്റെ UDFന്റെ കരുത്തായി മാറിയിരിക്കുകയാണ് രമേശ് പിഷാരടി. അദ്ദേഹം വോട്ടർമാർക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മഹാവിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയതിന് നന്ദി എന്നായിരുന്നു താരം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ കുറിപ്പിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ചർച്ചയാകുന്നത് രമേശ് പിഷാരടി തൻ്റെ വിജയത്തിന് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇപ്രകാരമാണ്: നന്ദി, കേരളത്തിൻ്റെ മഹാവിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയതിന്, വിശ്വസിച്ച നേതൃത്വത്തിന്, ഒപ്പം നിന്ന പ്രവർത്തകർക്ക്, ഈ വിജയത്തിനായി സ്നേഹാശംസകൾ അറിയിച്ച പ്രാർത്ഥിച്ച സുമനസ്സുകൾക്ക് നന്ദി എന്നായിരുന്നു രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ കുറിച്ചത്. തിരഞ്ഞെടുപ്പ് ഗോതയിലെ കന്നി അംഗത്തിൽ തന്നെ പാലക്കാട് പോലുള്ള ഒരു VIP മണ്ഡലം പിടിച്ചെടുക്കാനായതിൻ്റെ ആവേശത്തിലായിരുന്നു താരം. ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടിൻ്റെ MLA എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കമൻറ്റ് ചെയ്തത്. എന്തായാലും രാഹുലും ആശംസകൾ അറിയിച്ചു. വിജയാഘോഷങ്ങളൊക്കെ പങ്കെടുക്കുകയുണ്ടായി. പിന്നാലെ രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചു വാ എന്ന മുറവിളിയൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. പാലക്കാട് സീറ്റിനെ ചൊല്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിന്നപ്പോൾ പിഷാരടിയെ സ്ഥാനാർത്ഥിയായി എത്തിക്കുകയായിരുന്നു. താൻ എന്തിനാണ് വന്നത് അത് പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പിഷാരടി. മണ്ഡലത്തിലെ UDF പ്രവർത്തകരും ഈ വിജയം വൻ ആഘോഷമാക്കി മാറ്റി. സമൂഹ മാധ്യമങ്ങളിൽ പിരായിരി MLA എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരിടുകയുണ്ടായി. പക്ഷേ പിരായിരിക്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മണ്ഡലത്തിൽ UDF ജയിച്ചത് ഇവിടുത്തെ വോട്ടെണ്ണുമ്പോഴാണ്. പാലക്കാട് നഗരസഭയിൽ BJP ഉയർത്തുന്ന ലീഡ് പിരായിരി എണ്ണുമ്പോഴാണ് മറികടക്കുന്നത്. ഇത്തവണയും അത് തെറ്റിയിട്ടില്ല. പിരായിരി തന്നെയാണ് കോൺഗ്രസിനെ ഏറെ സഹായിച്ചത്. നമുക്കറിയാം, തുടക്കത്തിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മിന്നിക്കേറി വരികയായിരുന്നു. പിന്നാലെയാണ് കുത്തനെ താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനെ അവസാന ഘട്ടത്തിൽ വിജയിപ്പിച്ചതും പിരായിരി തന്നെയാണ്. പാലക്കാട് നഗരസഭയിൽ BJP സ്ഥാനാർത്ഥി E ശ്രീധരൻ 6239 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. മാത്തൂരും അതുപോലെ തന്നെ കണ്ണാടിയിലും LDF ലീഡ് ചെയ്തു. പക്ഷേ പിരായിരി എണ്ണിയപ്പോൾ കിട്ടിയ 6201 വോട്ടുകൾക്കാണ് ഷാഫി ജയിച്ചു കയറിയത്. ഷാഫി MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചതിലും പിരായിരിക്ക് വലിയ പങ്കാണുള്ളത്. ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ നിന്ന് മാത്രം രമേശ് പിഷാരടിക്ക് കിട്ടിയത് 15486 വോട്ടുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയതിനേക്കാൾ 2022 വോട്ടാണ് ഇത്തവണ UDFന് പഞ്ചായത്തിൽ നിന്ന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്.
ഇനി BJPയുടെ ഒരു സ്ഥിതി നോക്കാം. 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ പാലക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ വോട്ട് BJP കൂട്ടുകയുണ്ടായി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ C. കൃഷ്ണകുമാറിന് പിരായിരി പഞ്ചായത്തിൽ നിന്ന് 5342 വോട്ടാണ് ആകെ കിട്ടിയത്. ഇത്തവണ അത് 7257 വോട്ടായി വർദ്ധിപ്പിച്ചു. മാത്തൂർ പഞ്ചായത്തിൽ നിന്ന് 3059 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ BJPക്ക് നേടാനായത്. എന്നാൽ ഇത്തവണ അത് 4578 വോട്ടായി ഉയർത്തി. കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ 3618 വോട്ട് നേടിയ BJP ഇത്തവണ അത് 5279 വോട്ടായി ഉയർത്തി. 1.5 വർഷത്തിനുള്ളിൽ 5095 വോട്ടാണ് BJP 3 പഞ്ചായത്തുകളിൽ നിന്നായി വർദ്ധിപ്പിച്ചത്. അതേസമയം UDFന്റെ രാഹുൽ മങ്കുടത്തിൽ MLAക്കും പാലക്കാട് നഗരസഭാംഗം M. പ്രശോഭിനുമെതിരെയുള്ള പീഡന കേസുകൾ പാലക്കാട്ട് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും NTAയ്ക്കുള്ള വോട്ടായി മാറിയില്ല. നിശബ്ദ പ്രചാരണ ദിവസം വോട്ടിന് പണം ആരോപണം ഉയർന്നതും BJP വല്ലാതെയാണ് വലച്ചത്. ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രതികരണവും ക്ഷീണമുണ്ടാക്കി. പാർട്ടിയുടെ സംഘടനാ ശക്തിയും ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവവും കൂടിയാകുമ്പോൾ ഇത്തവണ പാലക്കാട് പിടിച്ചെടുക്കാമെന്ന അമിത വിജയ പ്രതീക്ഷ BJPക്കുണ്ടായിരുന്നു. പക്ഷേ പാളി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടിയും സ്ഥാനാർത്ഥിയും 2 വഴിക്കാണെന്ന ആരോപണം ഒരു ഘട്ടത്തിൽ ശക്തമായി. 2021 BJP സ്ഥാനാർത്ഥിയായിരുന്ന E. ശ്രീധരന് 50220 വോട്ടാണ് കിട്ടിയത്. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രന് കിട്ടിയതാകട്ടെ 49052 വോട്ടാണ്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് 39549 വോട്ട് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. LDF സ്ഥാനാർത്ഥി റസാഖിന് പ്രചാരണത്തിൽ നല്ല സ്വീകാര്യത കിട്ടിയെങ്കിലും അത് വോട്ടായി മാറിയില്ല. മണ്ഡലത്തിൽ ഇത്തവണ 2ാം സ്ഥാനത്ത് എത്തുമെന്നായിരുന്നു CPM അവകാശവാദം ഉണ്ടായിരുന്നത്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ വോട്ട് കുറഞ്ഞു 3ാം സ്ഥാനത്തായി. രാഹുൽ ഗാന്ധി MP പ്രചാരണത്തിന് പാലക്കാട്ട് എത്തിയതും UDFന് തുണയായി മാറി. ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിന്റെ സംഭാവനയും ഏറെ ശ്രദ്ധേയമാണ്. പാലക്കാട് LDF 3ാം സ്ഥാനത്താണ്. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും കോൺഗ്രസും BJP 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നൊക്കെ അവകാശവാദം CPM ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു ഉന്നയിച്ചിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ BJP 2ാമതും CPM 3ാമതുമായി. പാലക്കാട് കോർപ്പറേഷൻ മാത്തൂർ പഞ്ചായത്തിലും കോൺഗ്രസിനാണ് ലീഡ്. പിരായിരിയിലും കോൺഗ്രസിന് വലിയ ലീഡ്. കണ്ണാടിയിൽ ഇടതുപക്ഷത്തിന് ലീഡ്. BJP സ്ഥാനാർത്ഥിയെ ശോഭാ സുരേന്ദ്രൻ എത്തിയതോടെ വിജയപ്രതീക്ഷയിലായ BJPക്കും വലിയ തിരിച്ചടിയാണ് ഏറ്റത്. ഡീൽ ആരോപണം ഉയർന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമുക്കറിയാം, ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഡീൽ ആരോപണം ശക്തമായിരുന്നു. അത് ആദ്യം ഉയർന്നത് പാലക്കാടാണ്. പാലക്കാട് എന്തുകൊണ്ട് LDF ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി? അത് BJPക്ക് ജയിക്കാൻ വേണ്ടി പാലക്കാട് LDF നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ LDFും BJPയും കൂടി നടത്തിയിരിക്കുന്ന ഡീലിന്റെ ഭാഗമായിട്ടാണ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് CPM ഇറക്കിയിരിക്കുന്നതെന്നായിരുന്നു UDF ആരോപിച്ചത്. ആ ഡീൽ ആരോപണം കൊഴുത്തതും അവിടെ നിന്നായിരുന്നു. മാത്രമല്ല, പിഷാരടി അവിടെ ഈ ഒരു പ്രചാരണാർത്ഥം എത്തിയപ്പോൾ ഞങ്ങളുടെ കോട്ടയിലേക്ക് വരേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയുന്ന സംഭവ വികാസം ഉണ്ടായി. എന്തായാലും പിഷാരടി ജയിച്ചു കയറിയിരിക്കുകയാണ്. വെറും വിജയമല്ല, തൂക്കി വാരി അടിച്ചിരിക്കുകയാണ് പിഷാരടി. പാലക്കാട് മണ്ഡലം പിടിച്ചെടുത്തിരിക്കുന്നു. UDF കോട്ട നിലനിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനി വിജയിച്ച ശേഷം ഇനി താൻ സിനിമയിലേക്ക് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. പാലക്കാട് ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയ വാക്കായിരുന്നു MLA ആയി തുടരും, ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന്. എന്തായാലും അത് അദ്ദേഹം പാലിക്കുന്നു. ഇനി സിനിമ അഭിനയം ഉണ്ടാകില്ല, മാത്രമല്ല മറ്റ് സ്റ്റേജ് ഷോകളിലും മറ്റ് പരിപാടികൾക്കൊന്നും പങ്കെടുക്കില്ല എന്നൊരു വാഗ്ദാനം പിഷാരടി നൽകിയിരുന്നു. അത് അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.